ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. നിങ്ങൾ ഓർക്കും ഇതെന്താണ്, എവിടെയെങ്കിലും പോയതാണോ, ഈ മെഡൽ കൊണ്ടൊക്കെ എന്താ നിൽക്കണമെന്ന് വിചാരിക്കും. ഇതെനിക്കൊരു ചെറിയ സന്തോഷമാണ്. ഞാൻ കുടുംബശ്രീയുടെ ഒരു സ്പോർട്ട് ഡേ ആയിരുന്നു ഇന്ന്, വനിതാ ദിനത്തോടനുബന്ധിച്ച്. അപ്പോൾ അതിൽ ഓട്ടം, നടത്തം, റിലേ, ഷോട്ട് പുട്ട്, ബാസ്ക്കറ്റ് ബോള്, പിന്നെന്താണ്ടായേ, പിന്നെ പെനാൾട്ടി ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഫുട്ബോൾ വെച്ചിട്ട് നേരെ അത്. അപ്പോൾ അതിൽ 4 ഐറ്റത്തിന് ഫസ്റ്റ് ഉണ്ട്. നടത്തത്തിനില്ല. ഫസ്റ്റ് റൗണ്ടിൽ വന്നായിരുന്നു, സെക്കൻഡ് ആയപ്പോഴേക്കും പറ്റിയില്ല നടത്തത്തിന്. പിന്നെ ഷോർട്ട് പുട്ടിൽ തേർഡാണ്. ഷോർട്ട് പുട്ടിന് തേർഡുണ്ട്. ബാക്കി ഓട്ടത്തിന് ഫസ്റ്റ്. അത് വലിയ ഗമക്ക് പറഞ്ഞല്ല, കുറച്ച് പേരേ ഉണ്ടായുള്ളൂ, എല്ലാവരും ഒന്നും വന്നില്ല. ഓട്ടത്തിന് ഫസ്റ്റ്, റിലേക്ക് ഗ്രൂപ്പാണ് ഫസ്റ്റ്, പെനാൽറ്റിക്ക് ഫസ്റ്റ്. പിന്നെന്താ, അപ്പം ഇതെന്തൊക്കെയാ 4 ആഴ്ച. റിലേയുടെ കിട്ടിയില്ല. ഇത് ഓട്ടത്തിന് ഫസ്റ്റ്, പെനാൽറ്റിക്ക് ഫസ്റ്റ്, ഷോർട്ട് പുട്ടിന് തേർഡിൻ്റേത്. ഓക്കെ. പിന്നെ റിലേക്ക് ഫസ്റ്റ്. അത് ഗ്രൂപ്പായിട്ട് പിന്നെ തരുള്ളൂ. അപ്പോൾ കുടുംബശ്രീ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഓടാനൊക്കെ പറ്റിയോണ്ട് സന്തോഷം, ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിന് മുന്നേ വേറൊരു കാണിച്ചു തരാം. ഇതിന് മുന്നേ അപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വലിയ സംഭവമാണ് ഞങ്ങൾക്കൊന്നും കഴിവില്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. അങ്ങനെ ഓർത്തിട്ടല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്, നമ്മുടെയൊക്കെ പ്രായം കൂടി പോകുമ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കിതപ്പ്, ഓടി കാലൊക്കെ പോയി. എൻ്റെ അമ്മ എങ്ങും വീഴായിരുന്നത് ഭാഗ്യം. പിന്നെ ഇനിയുള്ളത്, ഇതിന് 3:30ക്കാണ് ഓടിപ്പിടഞ്ഞെത്തിയത്. രാവിലെ ഒരു 10-11:30 ആയപ്പോഴേക്കും ആലുവ എത്തി. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വേറെ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബനിയൻ കയ്യിലെടുത്തു. ജീൻസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ജീൻസ് അല്ല, പാൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ജീൻസ് ഇട്ടേ ഓട്ടത്തിനൊക്കെ. അപ്പോൾ ജീൻസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് ഇട്ടുകൊണ്ടാണ് അവിടെ പോയത്. നമ്മുടെ നാടകത്തിൻ്റെ വനിതാ സാഹിതിയുടെ നാടകം ചെയ്തായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ച നമുക്കന്ന് ഫസ്റ്റ്, നമ്മുടെ നാടകത്തിനായിരുന്നു ഫസ്റ്റ്. വനിതാ സാഹിതിയിൽ വനിതകളുടെ ഒരു നാടകം ചെയ്തത്. അതായത് വനിതകൾ മാത്രം ഉണ്ടായുള്ളൂ, വനിതകളെ പറ്റി പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മളത് പറഞ്ഞല്ല. അപ്പോൾ ആ നാടകത്തിൻ്റെ ഇതൊക്കെ ഞാൻ നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അനുമോദനം സ്പെഷ്യലായിട്ട് തരാൻ വേണ്ടിയിട്ട് ഇന്ന് വനിതാ സാഹിതിയുടെ തന്നെ ഇതായിരുന്നല്ലോ. അപ്പോൾ വീഡിയോയാ. അപ്പോൾ വനിതാ സാഹിതിയുടെ നാടകത്തിന് ഫസ്റ്റ് കിട്ടിയ കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ എല്ലാവർക്കും ഒരു മൊമെൻറ്റോ തന്നു. അപ്പോൾ അത് പോയി വാങ്ങിച്ചിട്ടാണ് ഇതിന് വന്നത്. നമ്മുടെ ഇരുമൻ സ്കൂൾ, എൻ്റെ മോളും ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ വെച്ചായിരുന്നു സ്പോർട്ട് മീറ്റ്. ഓക്കെ. അപ്പം ഞാൻ വേണമെങ്കിൽ മൊമെൻറ്റും കൂടി എടുത്ത് കാണിച്ച് തരാം ഒരു സന്തോഷത്തിന്. അപ്പോൾ എനിക്ക് റിലേയുടെ നമുക്ക് പിന്നെ വിളിക്കും. പിന്നെ ഇവിടുന്ന് ഫസ്റ്റ് കിട്ടിയ ഐറ്റം ഉള്ളവരെല്ലാവരും പുറത്ത് പോകണം. പിന്നെ ജോലിയൊന്നുമില്ല എങ്കിൽ പോലും, ജോലിക്കൊന്നും പോകുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇങ്ങനെ ബിസിയാണ് ഞാൻ നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ആ മൊമെൻറ്റോ. ഇതാണ് കേട്ടോ വനിതാ സാഹിതി എറണാകുളം ജില്ലാ കമ്മിറ്റി സരിതാഭിലാഷ് അനുമോദനങ്ങൾ വനിതാ ദിനം 2025 വെച്ച്. ഇന്ന് മൊത്തം വെയിലായിരുന്നു. കാരണം ആലുവയ്ക്ക് പോയി അവിടെ ഇറങ്ങി കുറേ കുറച്ചങ്ങ് നടക്കണം, വെയിലുണ്ട്. തിരിച്ചു വന്നപ്പോഴും നല്ല വെയിൽ. ഇത് മൊത്തം വെയിലത്തായിരുന്നു. 3 മണി 3:30-ക്കുള്ളിൽ എത്തിയിട്ട് മൊത്തം വെയിലത്ത് തന്നെയായിരുന്നു നമ്മുടെ സ്പോർട്സ്. 2-3 ദിവസമായിട്ട് നല്ലതായിട്ട് വെയിലും കൊള്ളുന്നുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മുടെ നോർമലായ ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താ പറയുക, എല്ലാവരും അങ്ങനെ യൂട്യൂബും വീഡിയോ ഒക്കെ എടുക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഏത് രീതിക്ക് അത് എടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്താണ് കുഴപ്പമില്ല. നമുക്ക് കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ മൊമെൻറ്റോ അല്ലെങ്കിൽ പറയുന്ന ഈ ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുക ആക്ച്വലി, ട്രോഫിയല്ലോ, എനിക്ക് മറന്നുപോയി, എന്താ പറയുക, മെഡൽ അല്ലേ? ഓക്കെ, മെഡൽസ്. അപ്പോൾ 2 ഒരു ഗോൾഡൻ കളറും
എനിക്ക് സന്തോഷമായിട്ട് ഇതൊക്കെ പണ്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്, ഓട്ടത്തിനും അതിനും ഇതിനും പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചതിൻ്റെ ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എനിക്ക് പറയാൻ അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതൊക്കെ എനിക്കൊരു ആശ്ചര്യകരമാണ്. അതുപോലെ തന്നെ അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരോടുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ 40-ാം വയസ്സെത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് ഇപ്പോൾ ഇതുകൊണ്ടൊക്കെയാണോ സന്തോഷിക്കുന്നത്, കുടുംബം കൊണ്ടുപോകാൻ ഇതൊന്നും അല്ലല്ലോ വേണ്ടതെന്ന്. പക്ഷേ നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് നാളെ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ കയ്യിൽ ഈ സംഭവങ്ങൾ നമ്മുടേതായി ഇരിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മളുടെ പേരുകൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പേര് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഓട്ടത്തിൽ. പിന്നെ ഇപ്പോൾ ഇതിന് ബ്ലോക്കിലേക്ക് പോകണമല്ലോ, അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത് വലിയ അർമാദിച്ച് ഭയങ്കര സന്തോഷം കാണിച്ചിട്ട് വലിയ അത് അങ്ങനെ ആരും ഭയങ്കര അർമാദം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നുമല്ല, ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഏണിങ്ങും ശമ്പളവും കാര്യങ്ങളോ ജോലിയോ സ്ഥിരമായിട്ട് ഇല്ല എന്നുള്ളൊരു സത്യമാണ്. എനിക്ക് അങ്ങനെ പോയ ഈ സന്തോഷം എനിക്ക് കിട്ടില്ല. എനിക്ക് എല്ലാ ദിവസവും ഞാൻ എൻഗേജഡാണ്. ഇത് ചെറിയ ഓരോ പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ. ശരിയാണ്, അതൊന്നും നമുക്ക് ശാശ്വതമല്ല. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒരു 10% കാര്യത്തിനൊക്കെ പോകാൻ പറ്റും, ബാക്കി ഒരു കാര്യത്തിനും പോകാൻ പറ്റില്ല. ജോലിക്ക് മാത്രം വേണം എന്ന് വെച്ചാൽ ജോലിക്ക് പോവില്ല എന്നല്ല, ഞാൻ പോകാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം നമുക്കൊന്ന് റോൾ ചെയ്യാൻ നമുക്ക് ഒരു ഇത് വേണം. ഇപ്പോൾ യൂട്യൂബ് അതിൻ്റെ കാര്യം ഞാൻ പറയാം, അതാണ് എനിക്ക് ആദ്യം പറയേണ്ടത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ 4000 വാച്ച് അവർ കംപ്ലീറ്റായി. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതെല്ലാം കളഞ്ഞ് മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടുണ്ട്. എല്ലാം കളയാൻ പറ്റിയിട്ടില്ല, കാരണം ഒരുപാടെണ്ണം കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ഓണാക്കിയപ്പോഴേക്കും ഓണായിട്ടുണ്ട്. പിന്നെ അതിന് പൈസ പെട്ടെന്നൊന്നും കയറുമൊന്നുമില്ല, കാരണം നമ്മുടെ വീഡിയോയ്ക്ക് അതിന് മാത്രം വ്യൂസ് വന്നാലേ കയറുള്ളൂ. അപ്പോൾ എനിക്കൊരു $1 പോലും ആയിട്ടില്ല. അത്രയും നൈസ് രീതിയിലാണ് ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓണാക്കിയതിന് ശേഷം ക്യാഷിൻ്റെ ഇത് ശരിയാവുന്നത്. പക്ഷേ മോണിറ്റൈസേഷൻ ഓണാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ല മോണിറ്റൈസേഷൻ ഓണാക്കിയാലും. കാരണം അത് കഴിഞ്ഞിട്ടാണ് കടമ്പകൾ പിന്നെയും കിടക്കുന്നത്. കാരണം ആഡ്സെൻസ് ഓക്കെ ആക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതൊരു അക്കൗണ്ട് പോലെ ആണെന്ന് തോന്നുന്നു. കാരണം എനിക്കെല്ലാം അറിയില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് ഇത്രയും നാൾ കൊണ്ട് ഇതാവുമെന്ന് എനിക്കറിയില്ല. അതിന് ശേഷം എന്താണ് എന്താ പറയാമെന്ന് മറന്നു. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം, പിൻ വെരിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് നല്ല കണ്ടൻറ്റോടുകൂടി നല്ല ക്ലാരിറ്റിയോടുകൂടിയും വീഡിയോ ചെയ്ത് വ്യൂ വന്നാൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കഴിവാണ് നമ്മൾ ആൾക്കാരെ നമ്മുടെ ചാനൽ കാണുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു ജോലിക്ക് പോയാൽ പോലും നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചാൽ നമുക്കൊരു സൈഡിൽ കൂടെ യൂട്യൂബിൽ നിന്നൊരു ഏണിങ് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും ജസ്റ്റ് തുടക്കമായവർക്കുള്ള എൻ്റെ ഭാഗത്തുനിന്നൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടട്ടെ എന്നോർത്തിട്ട് മാത്രം പറയുന്ന കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന്, കാരണം ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് ഓർക്കണം. പക്ഷേ എനിക്കിതുവരെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം സമകാലികമായി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്യണം എന്ന് ഓർത്തിട്ട് പറ്റിയില്ല. ഇപ്പോൾ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഉള്ള വീഡിയോ ഇടുകയൊക്കെ ചെയ്ത വ്ളോഗ്. അപ്പോൾ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം അതിനുള്ള കോൺഫിഡൻസ് ആണ്. എനിക്ക് ഇപ്പോൾ ഈ ഒരു സന്ധ്യ ആവുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നറിയില്ല. ഇവിടെയും കൊണ്ടൊന്നും കഥ തീരില്ല. എൻ്റെ കഥ തീരില്ല, യൂട്യൂബ് ചാനലിൻ്റെ കഥ. കാരണം 4.5 വർഷത്തോളമായി. 4.5 വർഷം. കാരണം സെപ്റ്റംബർ ആകുമ്പോഴേക്കും 5 വർഷമാവും. 2020 സെപ്റ്റംബർ 20 തുടങ്ങിയ ചാനലാണ്. അപ്പോൾ 5 വർഷമാകും. ഇപ്പോൾ ഇത് മാർച്ചായി, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, കറക്റ്റ് 4.5 വർഷമായി. 4.5 വർഷമായെന്ന് പറഞ്ഞാലും ഞാനത് മര്യാദയ്ക്ക്, ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, മര്യാദയ്ക്ക് അത് കൊണ്ടുപോകാത്തതിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ മോണിറ്റൈസേഷൻ എൻ്റെ ക്രൈറ്റീരിയകൾ പാസ്സാവാൻ പറ്റാത്തത്. അതായത് 1 വർഷത്തെ
ഗ്രോത്തിൻ്റെ നോക്കുകയുള്ളൂ. നമ്മൾ എന്ന് ചാനൽ തുടങ്ങിയോ അന്ന് തൊട്ടുള്ള മൊത്തം വാച്ച് അവർ അല്ല നോക്കുന്നത്. നമ്മൾ ഒരു വർഷം നമുക്ക് ഒരു വർഷം കൊണ്ട് 4000 വാച്ച് അവർ ആകുമെന്ന് നോക്കണം. ആ ഒരു വർഷത്തിൻ്റെ കാലാവധിയിൽ 4000 വാച്ച് അവർ ആയാൽ അവിടെ കൊണ്ട് നമ്മുടെ ക്രൈറ്റീരിയ ഓക്കെ ആയി. 1K സബ്സ്ക്രൈബേഴ്സ് എന്തായാലും പെട്ടെന്ന് തന്നെ ആവും. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത് 2020 സെപ്റ്റംബറിൽ തുടങ്ങിയെങ്കിൽ എനിക്ക് 2021 കുറച്ചായപ്പോൾ തന്നെ 1K ആൻഡ് എബോവ് സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ അതിനൊരു സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഞാനൊരു സൂത്രവിദ്യ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല കണ്ടൻറ്റ്, നല്ല നമ്മൾ ഏതെങ്കിലും നിലയിൽ ഫെയിമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും കൂടാൻ ഇതുപോലെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണക്കാരായ എന്നെപ്പോലെ ഒരു വ്യക്തിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ ഞാൻ ഓരോ മേഖലയിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരു മേഖലയിലും ഫേമസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിൽ യൂട്യൂബ് ചാനലിൽ റീച്ചോ കാര്യങ്ങളോ സബ്സ്ക്രൈബേഴ്സോ വരാൻ പാടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കണ്ടേ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഷോർട്സ് ചെയ്താൽ ഫേമസ് ആയി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോമഡി, ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോങ്സ്, ലിപ്പ് കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ സോങ്സ് ആണെങ്കിൽ അതിൽ ചുമ്മാ ഇങ്ങനെ അഭിനയിക്കുക. നമ്മൾ ഒന്നില്ല അതിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് അതിൻ്റെ എഫക്റ്റ് കോമഡിയൊക്കെ ചേർത്ത് അഭിനയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോമഡി ചെയ്യുക. ഏതെങ്കിലും കോമഡി ചെയ്യാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ ധൈര്യം. അല്ലെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം നമ്മൾ സ്വയം കണ്ടൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ തമാശകൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ അമ്മ മോള് കറി വെക്കുന്നത്, കുക്കിംഗ് ചെയ്യണവർക്ക് അത് ചെയ്യുക. വെറൈറ്റി എന്ത് കാര്യം ചെയ്താലും ഷോർട്സിലൂടെ ഒരുപാട് പേര് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ. അല്ലെങ്കിൽ ലോങ് വീഡിയോയിലൂടെ തന്നെ ചെയ്താലും അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ആൾക്കാർ നോക്കുന്ന തരത്തിൽ, ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ ലോങ് വീഡിയോ ചെയ്യാൻ. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല എന്ന് വെച്ച് ഞാൻ മനസ്സും എടുത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ 100 എത്രയോ വന്നിട്ട് പിന്നെ അനക്കം ഉണ്ടായില്ല. അനക്കം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഗൾഫിൽ പോയായിരുന്നു. 2 മാസം കൊണ്ട് പോന്നു. 2021 ജനുവരി 31 ഗൾഫിൽ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. 2 മാസം കൊണ്ട് എനിക്ക് പറ്റാഞ്ഞിട്ട് നിർത്തിപ്പോന്നു. അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ഒരു മാസമൊക്കെ ആകെ ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിൽ 1 മാസമല്ല, അതിനുള്ളിൽ തന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ച വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ഇവിടെ വന്നതിന് ശേഷം ഞാനും എൻ്റെ കൊച്ചും കൂടെ, എൻ്റെ മോളൂസ് അന്ന് 4ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക. 4ാം ക്ലാസ്സിലെ എക്സാമിൻ്റെ സമയം. അപ്പോൾ എൻ്റെ മോള് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കണം. എൻ്റെ മോളൂസ് എന്താ ചെയ്തതെന്ന് ഞാനും കൂടെ ഈ നമ്മുടെ കൊളപ്പുള്ളി ലീലാമ്മയുടെ കസ്തൂരിമാനിലൊരു സീന് എടുത്തിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വിചാരിക്കാത്ത ഒരു വ്യൂ അതിന് വന്നത്. 21K 1K എത്തിച്ച് എനിക്ക് കിട്ടണത് ഞാൻ കാണാറില്ലായിരുന്നു. 21K വ്യൂ ഷോർട്സിന് വന്നു. ഞാൻ കിടുങ്ങിപ്പോയി. പിന്നെ അതൊരു പതിവായി. 5K 1K ആൻഡ് എബോവ് 5K 10K 12K അങ്ങനെ കൂടി പലതിന് 600K 800 700 അങ്ങനെ 600 വന്നു. 600 അതിന് ശേഷമുള്ള കേക്കുകൾ 400 ഇത്രയും 4 ലക്ഷത്തി ഇത്രയും വ്യൂ 6 ലക്ഷത്തി. പിന്നെ എനിക്ക് വന്ന എനിക്ക് ഷോർട്സിന് ഏറ്റവും കൂടുതലുള്ളത് മഞ്ജു ചേച്ചിയുടെ ദയ സിനിമയിലെ ഒരു ഇത് ചെയ്തിട്ടാണ്. അതിന് എനിക്ക് 1.7 മില്യൺ വ്യൂ വന്നിട്ടുണ്ട്. 15K എങ്ങാണ്ടും എനിക്കതിനൊരു 17 or 15 എത്രയും K ലൈക്സും വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന, അതായത് മോണിറ്റൈസേഷൻ്റെ അവിടെ വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതെനിക്ക് പറഞ്ഞുതരാൻ കഴിയും. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കെല്ലാം ഞാൻ പറയുന്നതും ശരിയാവില്ല. ഞാനത് തന്നെ എൻ്റെ കയ്യിൽ ചെയ്തിട്ടില്ല എന്തായാലും ഒരിക്കലും. കാരണം എനിക്കിപ്പോൾ നിലവിലിപ്പോൾ പറയും വല്ല ജോലിക്കും പഠിച്ചേക്കണതിൻ്റെ രീതിയിൽ വല്ല ജോലിക്കും പോയാൽ ഇതിന് ഇരട്ടി സാലറിക്ക് ജോലി ചെയ്യാം. ഗവൺമെൻറ് ടെസ്റ്റ് നന്നായിട്ട് എഴുതി, ശരിയാണ്. അത് ചെയ്യാൻ കഴിവുള്ളവരവിടെ പഠിച്ച് പാസ്സായി. പക്ഷെ അത് ചെയ്യാനായിട്ട് കഴിവ് ഉള്ളവർ ലിസ്റ്റിൽ കയറുന്നുണ്ട്. പിന്നെ സാധായല്ല, ഇപ്പോൾ അത്യാവശ്യം സാലറിക്കൊക്കെ ഇവിടെ എല്ലായിടത്തും ജോലിക്ക് കയറാൻ കഴിവുള്ളവർ കയറിയിരിക്കും. അത് ഉറപ്പാണ്, കയറില്ല എന്നല്ല. എനിക്കും അതിന് താല്പര്യം എന്നിട്ടല്ല. പക്ഷേ എനിക്കൊരു കലാപരമായിട്ടൊരു താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ടും പഠിപ്പിക്കൽ ഞാൻ എന്നായാലും ഞാനത് ചെയ്യും. ഇപ്പോൾ ടീച്ചർ എന്നുള്ളൊരിതൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് ടീച്ചർ പോവില്ല. ടീച്ചറിന് തന്നെ പഠിച്ചതാണ്. എല്ലാം നല്ലൊരു ജോലി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ
യൂട്യൂബ് എൻ്റെ ഒരു സ്വപ്നം, അതിൽ നിന്നൊരു ഏണിങ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കടമ്പ ഞാൻ കഴിഞ്ഞ് മോണിറ്റൈസേഷൻ എത്തി, ക്രൈറ്റീരിയ പാസ്സായി, അത് മോണിറ്റൈസേഷൻ ഓണായി. പക്ഷേ ബാക്കി കാര്യങ്ങളും കൂടെ സക്സസ് ആയാൽ മാത്രമാണ് നമുക്ക് ഓക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താവും എന്നറിയില്ല. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരും ഇതിലേക്ക്, നമ്മൾ എന്ത് ജോലിക്ക് പോയാലും, അപ്പോൾ പ്രൈവറ്റായിട്ട് ഒരു തുണിക്കടയിൽ പോയാലും അതിന് പോയി എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യമുള്ളത്, എനിക്ക് ഈ എന്താ പറയുക, ദ ഹോൾ ഡേ ഇപ്പം നമ്മുടെ തീരെ ബുദ്ധിമുട്ട്, അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നതിൻ്റെ രീതിയിൽ നല്ലൊരു സാലറിക്ക് ഒരു സ്കൂളിൽ കയറാൻ പറ്റിയില്ല, ഓക്കെ. പിന്നെ നമ്മൾക്ക് അല്ലാണ്ടുള്ള ജോലികൾക്ക്, ഈവൻ തുണിക്കടയിൽ സെയിൽസിന്, അതൊരു മോശം എന്നല്ല പറയണേ, തുണിക്കടയിലായാലും വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ജോലിക്ക് കയറിയാലും ഹോൾ ഡേ മുഴുവൻ കഷ്ടപ്പെട്ട നമ്മളവിടെ സ്ട്രെസ്സായി, ആ ജോലി ഭാരം ഉണ്ടായിട്ടായിരിക്കില്ല, ജോലി ചെയ്യുന്നിടത്തുള്ള എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ തരണം ചെയ്ത് ഡെയിലി ജോലിക്ക് നിന്ന് പോകാൻ പ്രയാസമായിരിക്കും പല ജോലികൾക്കും. അപ്പം മടിയിടും, നമുക്ക് പറ്റില്ലാഞ്ഞിട്ടാണ്, നമുക്ക് പറ്റുമെങ്കിൽ നിൽക്കണം, നമ്മുടെ ബുദ്ധിമുട്ടാണ്, നമ്മൾ സഹിച്ച് നിൽക്കും, നമുക്ക് പൈസയല്ലേ വേണ്ട, നമ്മൾ സഹിച്ച് നിൽക്കും, ഓക്കെ, ശരിയാണ്, ഇല്ലെന്നല്ല. പിന്നെ എനിക്ക് മെയിനായിട്ടും എനിക്ക് വർക്കിംഗ് അവേഴ്സ് കുറച്ച് കുറവാണ് ഇഷ്ടം. ഒരുപാട് മണിക്കൂറുകൾ നിന്ന് പണിയെടുക്കണേലല്ല, പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പണി ഇല്ലാതെ നമ്മൾ അവിടെ ഓൾറെഡി ജോലിയിലാണെന്ന് വിചാരിക്കുന്ന കാര്യം, ഒരുപാട് ലേറ്റായിട്ട് വീട്ടിൽ എത്താൻ കഴിയുക, നേരത്തെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുക, അതൊക്കെ എനിക്ക് ഇച്ചിരി മടിയായിരിക്കാം, എനിക്കിത്തിരി ഇതുള്ള കാര്യമാണ്. പിന്നെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കാം. പക്ഷെ അത് ഞാൻ ഒരിക്കലും കാലാകാലത്തോളം അത് പോകില്ല. കാരണം എൻ്റെ മൈൻഡ് എനിക്ക് ഇങ്ങനെ യന്ത്രം പോലെ വർക്ക് ചെയ്യുക, തിരിച്ചു വരിക, എനിക്കെന്തോ ഒരു ഇതാണ്. നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട്, നമ്മൾ മീൻസ് ലേഡീസ് ആയതുകൊണ്ട്, എന്താ പറയുക, ലേഡീസിന് എസ്പെഷ്യലി വീട്ടിൽ വന്നാലും ഉത്തരവാദിത്തങ്ങളുണ്ട്, പണികളുണ്ട്. ഇപ്പം ഇവിടെയും പണികൾ ഇനിയും ഉണ്ട്. വീഡിയോ ഇപ്പം ഇന്ന് ഇടണം എന്ന് ഓർത്തിട്ട് എടുക്കുന്നതാണ്, ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പോൾ വീട്ടിൽ പണികളുണ്ട്, അതും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ഒരു കുടുംബമാകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ പണിയെടുക്കാൻ വൈകുന്നതോ, നമ്മുടെ ക്ഷീണം, നമ്മൾ ഹോൾ ഡേ വർക്ക് ചെയ്യുമ്പോഴോ ഒരു സ്ഥലത്ത് പോയി നമുക്ക് ക്ഷീണം ഉണ്ടാവും, അത് കുടുംബത്തിലെ ഇതായിട്ട് പിന്നെ രാവിലെ എണീക്കുക, പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ഇതിലേക്ക് വരുന്ന പോലെ നമുക്ക് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, എനിക്ക് ജോലിക്ക് പോകണം, ജോലിക്ക് ഞാൻ പോകില്ലെന്നല്ല, പക്ഷേ അതിനിടയിൽ പുരിചിരി ബെമ്പർശ്ശേരിയിൽ ഞാൻ ട്രൈ ചെയ്തു. സ്പോട്ട് ഓഡീഷന് കിട്ടിയില്ലെങ്കിൽ പോലും അവിടം വരെ പോയി. അതുപോലെ സർവേ വർക്ക്, ഷൂട്ടിങ്, അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കണത്, ഇതിനൊന്നും പോകാത്ത കാര്യമില്ല, എനിക്ക് ഏണിങ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഞാനത് പറയുന്നുണ്ട്. ഓണായോ? അപ്പോൾ പക്ഷേ യൂട്യൂബിൽ നിന്നും ഒരു നിശ്ചിത ഏറ്റവും മിനിമം കിട്ടുന്ന ഒരു തുകയെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും നമുക്കൊരു വരുമാനം കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഞാൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരും നന്നായിട്ട് നോക്കുക. എന്തായാലും ഒരു ഏണിങ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരിക്കലും 4000 വാച്ച് അവർ എന്നുള്ള കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ട്, നടക്കുമെന്ന് എന്ന് നടക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. കാരണം ഒരു എത്തും പിടിയില്ലാണ്ട് 500 സംതിങ് വാച്ച് അവർ ഇങ്ങനെ ഇരിക്കുക. അതിൽ നിന്ന് കൂടും, 1000-ൻ്റെ അവിടെ വരും, പുറകോട്ടിറങ്ങും, 1000-ൻ്റെ അവിടെ വരും, ഇത് തന്നെ. പിന്നെ 1000 മേലെയായി, ആ 1000-ന് മേലെ ആയത് തൊട്ട് പിന്നെ ഇങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. ഈ 1000 വരെ എത്തിയ സംഭവമാണ് 400 വരെ ആയത് വാച്ച് അവർ. കാരണം നമ്മൾ വീഡിയോ ചെയ്യുക, പലപ്പോഴും വീഡിയോ ചെയ്യും, അപ്പം അങ്ങനെ പോയി. പിന്നെ 1000-ന് മേലെ വന്നപ്പോൾ ഒരു ഒറ്റ കുതിപ്പ് പോലെ 1000-ന് മേലെ വന്നിട്ട് പിന്നെയും കുറഞ്ഞു. അതിനുശേഷം ഒരു 1500-ൻ്റെ അടുക്കേ വന്നിട്ട് 1200 സംതിങ് വന്നിട്ട് പിന്നെ കുറഞ്ഞിട്ടില്ല. ഞാനത് നോക്കി. നമ്മളുടെ വാച്ച് അവർ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും നിർത്തരുത്, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നതൊക്കെ ഇങ്ങനെ ചുരുക്കി നമ്മൾ ഷോർട്ടായിട്ട് ആണെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 1000-ന് മേലെ വന്നിട്ട് കൂടി 1900 എത്തി ഒന്ന് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് അത് കൂടി 3000 കഴിഞ്ഞിട്ട് ഒറ്റ പോക്കായിരുന്നു എൻ്റെ. കാരണം ആ ഇടയ്ക്ക് ചെയ്ത വീഡിയോസ് നല്ലൊരു വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു 4000 എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി.
അത് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ചാനൽ ഇത്രയും വാച്ച് അവർ തരാൻ കാര്യം. നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഹൃദയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ജീവിതത്തിൽ കുറേ എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും ഇല്ലാത്ത പോലത്തെ ചില സമയങ്ങൾ എല്ലാവരും ഉണ്ട് എനിക്ക്. പക്ഷെ ആരും ഇല്ലാത്ത പോലെ ചില സമയത്ത് ഈ പറയില്ലേ, ഞാൻ എന്താ പറയുക, ഗോയിങ് ത്രൂ ഡിപ്രഷൻ എന്ന് തന്നെ പറയാം. ഡിപ്രഷൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഡിപ്രഷനിൽ കൂടെ തന്നെ പോകുന്നത്. കാരണം എനിക്ക് ചെറിയ കാര്യങ്ങൾ എന്നെ പൊട്ടിത്തെറിപ്പിക്കും. ഞാൻ ഡിപ്രഷനിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാരണം ആൾക്കാർ ഇപ്പോഴും കളിയാക്കും, നീ പഠിച്ചതിൻ്റെ ഇതിന് പോയില്ല, നീ പഠിച്ചിട്ട് എന്താണ്. ഒരാളുടെ സിറ്റുവേഷൻ ആരും മനസ്സിലാക്കില്ല. ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അയാളുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി, അയാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ സിറ്റുവേഷൻ ആരും മനസ്സിലാക്കില്ലാണ്ട് എല്ലാവരും പറയുന്നത്. ഈ പറയുന്ന ഒരാളോട് നമ്മൾ നന്നാവും പറയുന്നതായിരിക്കും. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ഇപ്പം യൂട്യൂബ് അവിടെ ഉണ്ടായിക്കോട്ടെ, ജോലിക്ക് പോവാതിരുന്നാലും അവളുടെ ഒരു മനസ്സ്, നമ്മൾ എന്ത് ജോലിക്ക് പോയാലും എന്ത് കാര്യം ചെയ്താലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കുകയാണ്. നമ്മൾ പഠിച്ചതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് കിട്ടില്ല. ആ മൈൻഡ് ഓക്കെ ആക്കാൻ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ചെറിയ കഴിവുകൾ, ചെറിയ സന്തോഷങ്ങൾ വരുന്ന കാര്യങ്ങൾ ഇൻവോൾവഡ് ആയി ഇനി സ്റ്റേബിൾ ആവട്ടെ എന്നാരും ചിന്തിക്കില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പല സമയത്ത് ഈ യൂട്യൂബ് ചാനൽ ഇട്ടേച്ച് പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഗ്ലൂക്കോസ് പൊടിയുടെ അംശമാണെന്ന് തോന്നുന്നു. ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാരി കഴിച്ചായിരുന്നേ. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിന് തന്നെ എന്തോരം കളിയാക്കൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു അത് യൂട്യൂബ് ചാനലിൽ ഭയങ്കരമായിട്ട് വിഷമം. അങ്ങനെയല്ല അത് ചെയ്യണതിന് ഒക്കെ, പക്ഷേ അങ്ങനെയല്ല, കുറേ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആരും ഇല്ലാത്ത സമയം എനിക്ക് എൻ്റെ എല്ലാവരും ഉണ്ട്. ഇപ്പം എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഫാമിലി ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ ശരിക്കും മൈൻഡിൽ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ നമുക്ക് ആരും ഒരു നമ്മൾ വിദ്യയാണോ, നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആരും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരിത് ശരിക്കും നമ്മൾ ഓർക്കും. ഞാൻ ഡിപ്രഷനിലൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാർക്കും അറിയില്ല. ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു നല്ല ജോലിക്ക് അത് അപ്ലൈ ചെയ്യാനോ എന്താ ചെയ്യണ്ടേ അങ്ങനെ തോന്നാത്ത ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എനിക്കറിയാം എനിക്ക് ഡിപ്രഷനിൽ കൂടെ പോകണേ. കാരണം ചെറിയ കാര്യം ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിച്ച് പോകുന്നതൊക്കെ എനിക്കറിയില്ല. അതങ്ങനെ പോകുന്നതൊക്കെ അതിലൂടെ. അപ്പോൾ ആ ഒരു ഇതിൽ യൂട്യൂബ് ചാനൽ കളയാണ്ട് ഇവിടം വരെ എനിക്ക് എത്തിക്കാൻ പറ്റിയത് എനിക്കറിയില്ല. അത് സന്തോഷമാണ്. എനിക്ക് ആ ഒരു കടിച്ചു പിടിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പം എൻ്റെ എല്ലാവരും ബന്ധുക്കളെല്ലാവരും ഒരു തരത്തിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യ് വീഡിയോ കൂടുന്നുണ്ടല്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിയല്ല. ചില സമയത്ത് ഞാൻ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മാനസികമായിട്ട് അപ്പോൾ പൂച്ച അപ്പുറത്തെ വേറെ കരിമ്പൂച്ച വന്ന് ഇവിടുത്തെ പൂച്ചേനെ കടിക്കാൻ വരുന്നു. അപ്പം യൂട്യൂബ് ചാനൽ ഇട്ട് കളയാതെ അതിൽ വീഡിയോസ് കണ്ടിന്യൂസ്ലി ചെയ്ത്, അപ്പോൾ ഒരു കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി നമുക്ക് വേണം ചില സമയത്ത് വേണം എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളൊരു പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ, നല്ല രീതിയിൽ നമ്മളെ കാണാൻ വേണ്ടിയായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ കളിയാക്കുന്നു, ചീത്ത പറയുന്നു, അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താത്ത കാര്യമാണ്. അപ്പോൾ ആൾക്കാർ ചിലർ കളിയാക്കി നോക്കും. അങ്ങനെയൊക്കെ ഒരു ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലുമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊന്നുമല്ല. എല്ലാവർക്കും ഉണ്ടാവും. അത് മൈന്യൂട്ട്, അതിൻ്റെ ഗാഢത, കോൺസെൻട്രേഷൻ കൂടുതൽ കുറവൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. എന്തെങ്കിലും ഇൻസിഡൻസോ ചില കാര്യങ്ങളോ കണ്ടിന്യൂസ്ലി അനുഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് നമുക്ക് ചെറിയ ഡിപ്രഷൻ ഉണ്ടാക്കിയേക്കാം നമ്മുടെ മൈൻഡിൽ, നമ്മൾ അറിയാണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ, ഞാൻ എല്ലാവരോടും നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് എന്ത് കാര്യമുണ്ടോ അത് ചെയ്യുക. നമ്മൾ കലാപരമായിട്ടോ എന്തെങ്കിലും കഴിവ് എഴുതാനോ അതൊക്കെ സൈഡിൽ കൂടെ ചെയ്യുക. അതൊക്കെ നമുക്ക് ചിന്ന സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരും. എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ആരും നമുക്കുണ്ടാവില്ല. ഹസ്ബൻഡോ സ്വന്തം അമ്മയോ ഭർത്താവിൻ്റെ അമ്മയോ അയ്യോ എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിന് എപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോൾ എങ്കിലും ഞാൻ പറയാം, എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ഇപ്പോൾ എൻ്റെ മോളോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ അനിയത്തിയോ ആരും നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ
അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ആരും ചില സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവർ എല്ലാ കാര്യത്തിനും കുറേ എല്ലാത്തിനും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പം അത് നമ്മൾ തരണം ചെയ്യണം. നമ്മുടെ കൊച്ചു നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് പേഴ്സൺസാണ്, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ ഇത് വലിയ ഏണിങ് വലിയ സംഭവമൊന്നുമല്ല. ഒരു വാച്ച് അവർ വരെ എത്താൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. അത് ആരോടും നന്ദികേടായിട്ട് പറഞ്ഞതല്ല, എൻ്റെ പ്രശ്നമുണ്ട് അത് അങ്ങനെ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഒരിക്കലും പറഞ്ഞതല്ല അങ്ങനെയൊന്നും. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടപ്പിറപ്പുകളുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെയല്ല, ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഡിപ്രഷൻസ് എല്ലാവരും അതിൽ കൂടെ പോകുന്നുണ്ടാവാം. എനിക്കത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഇവിടം വരെ എത്തിക്കണം എന്നുള്ള ഒറ്റ എയിം എനിക്കുണ്ടായല്ലോ. അപ്പോൾ അത് ഡിപ്രഷൻ ഉണ്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞൊന്നും അല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ ഒരു എയിം നമുക്കുണ്ടായിരുന്നു, അത് എത്തിക്കണം എന്ന് ഓർത്തതും എത്തിച്ചു. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക്സ്. ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിലും എൻ്റെ വീഡിയോസ് കണ്ടതിലും എൻ്റെ വാച്ച് അവർ ഇത്രയാക്കിയാലും. ഓക്കെ, താങ്ക് യു.